ഹായ് ഓൾ, എൻ്റെ പേര് ശ്രേയ. ഞാൻ കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് സെബിൻ. ഞാൻ ബേസിക്കലി പത്തനംതിട്ടക്കാരനാണ്. ഞാനൊരു ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ് ആണ്. ഞാനിവിടെ SMECൽ PythonFullstack ഡെവലപ്മെൻറ്റ് കോഴ്സ് ചെയ്യാൻ വന്നതാണ്. അതിൻ്റെ കൂടെ വേർഡ്പ്രസിൻ്റെ ഒരു ലൈഫ് സൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇപ്പോൾ SMECൽ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോഴ്സ് ചെയ്യണതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് വേർഡ്പ്രസ്സിൽ ലൈഫ് സൈറ്റ് ചെയ്യാനുള്ള ഒരു ചാൻസ് തന്നായിരുന്നു. ഞങ്ങൾ വേർഡ്പ്രസ്സിൽ ചെയ്തത് UXൻ്റെ കോഴ്സിൻ്റെ ഒരു വെബ്സൈറ്റാണ്. കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ചെയ്യുന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതെങ്ങനെ അതിൻ്റെ ഒരു പ്രോസസ്സ് അറിയത്തില്ല. വേർഡ്പ്രസ് ഫസ്റ്റ് ഒരു ഡിസൈൻ ചെയ്തു, അത് മാറ്റി വേറെ ഡിസൈൻ ചെയ്തു, പിന്നെ കളർ പാലറ്റ് മാച്ച് ചെയ്യാൻ വേണ്ടി വേറെ ഡിസൈൻ ചെയ്തു. അങ്ങനെ 2-3 ഡിസൈനോളം ചെയ്ത് ഓക്കെ ആക്കിയിട്ടാണ് നമുക്കൊരു കോൺഫിഡൻസ് ആക്കിയിട്ടാണ് അമിത് സാറിനെ കൊണ്ട് കാണിച്ച്. എന്നിട്ടാണ് അമിത് സാറ് ഓക്കെ പറഞ്ഞു. ഫിഗ്മയിൽ പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് സൈറ്റ് എങ്ങനെ ഒരു ഔട്ട് വരുമെന്നുള്ള ഒരു ഉദ്ദേശം നമുക്കത് വരും. ഫിഗ്മയിൽ പ്രോട്ടോടൈപ്പ് ചെയ്യും. അതിപ്പോൾ ഓരോ കമ്പോണൻസ് ആയാലും അതിൻ്റെ ലേഔട്ട് എങ്ങനെ വരുമെന്നായാലും പ്രോപ്പറായിട്ടൊരു ഐഡിയ പറഞ്ഞെങ്കിൽ ഫിഗ്മയിൽ പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്ത് തന്നു. എനിക്കൊന്നായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഞങ്ങൾ ഡയറക്റ്റ് ഫിഗ്മയിൽ ഡിസൈൻസ് അതുപോലെ അങ്ങോട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. വേർഡ്പ്രസ് യൂസ് ചെയ്ത് ചെയ്തത് മാത്രമേ ഉള്ളൂ. ആക്ച്വലി സൈറ്റിൻ്റെ ഡിസൈൻസും സൈറ്റിൻ്റെ ഫംഗ്ഷൻസും എല്ലാം ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ഫിഗ്മ തന്നെ. ഞങ്ങൾക്ക് വേർഡ്പ്രസ് ആദ്യമായിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് അമൻ സാറും അഭിനന്ദ് സാറും ഒക്കെയാണ് ഞങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ തന്നായിരുന്നു വേർഡ്പ്രസിൻ്റെ. അത് വെച്ചിട്ട് ഞങ്ങളായിട്ട് തന്നെ യൂട്യൂബും അങ്ങനെ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ വേർഡ്പ്രസിൻ്റെ സൈറ്റ് തുടങ്ങിയത്. സെൽഫ് ലേണിംഗ് ആക്ച്വലി വലിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കാരണം ഫിഗ്മയിൽ ഡിസൈൻ പ്രോപ്പറായിരുന്നു. വേർഡ്പ്രസ് എനിക്ക് അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ജസ്റ്റ് ചെറിയ 2-3 ട്യൂട്ടോറിയൽ കണ്ടപ്പോഴത്തേക്കും ആക്ച്വലി ഓക്കെ ആയിരുന്നു. പിന്നെ അമൽ സാറ് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ആ വേർഡ്പ്രസ് തന്നെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പെട്ടെന്ന് അവിടെ ഓടിച്ചിട്ട് അവിടെ ആരെങ്കിലും കഴിയുന്നതാണ്. ഇത് ചെയ്തതെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആയി. ഇപ്പോൾ ഇനിയും ഈ വേർഡ്പ്രസ് പോലത്തെ പ്രോജക്റ്റ് അല്ലെങ്കിൽ UI UX അങ്ങനത്തെ റിലേറ്റഡ് എന്താണെങ്കിലും ഞങ്ങൾക്കൊരു ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വന്നു. അപ്പം 0 തുടങ്ങിയ കാര്യമാണ് ഈ ഒരു ലൈഫ് സൈറ്റിലേക്ക് ആയത്. സോ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കിട്ടി. സന്ദീപ് സാർ ഈ പ്രോജക്റ്റ് പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പുറത്തോട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനും കൂടെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിട്ടുള്ളത് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയിരുന്നു. ആക്ച്വലി ഞാൻ വന്നത് PythonFullstack ഡെവലപ്മെൻറ്റ് കോഴ്സിനാണ്. പക്ഷേ എനിക്ക് ഫ്രണ്ട് ഡെവലപ്മെൻറ്റിനോട് ഒരുപാട് ക്രേസ് ഉണ്ടായിരുന്നു. പിന്നീട് ഈ വേർഡ്പ്രസിൻ്റെ പ്രോജക്റ്റ് വന്നപ്പോൾ എൻ്റെ കോൺഫിഡൻസ് ഒരുപാട് ഇൻക്രീസ് ആയി. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് സഹായിച്ചു. സോ ഞങ്ങളിവിടെ ഒരു പൈത്തണിൻ്റെ കൂടെ തന്നെ ഒരു ആഡ് ഓൺ ആയിട്ടായിരുന്നു വേർഡ്പ്രസിൻ്റെ പ്രൊജക്റ്റ് തന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ലൈവ് സൈറ്റ് ചെയ്യാനുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടി. ഇത് ഞങ്ങൾക്കൊരു എക്സ്ട്രാ ടെക്നിക്ക് പഠിക്കാനും പറ്റി. ഞങ്ങളുടെ കരിയറിനൊരു ഗ്രോത്ത് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും ആയി.